ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടുവളപ്പിലെ അക്വാപോണിക്സിൽ വളർത്താൻ പറ്റിയ മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ വീടിന്റെ താഴ്ഭാഗത്ത് അക്വാപോണിക്സിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഫിഷ് പോണ്ടുകളാണ്. മത്സ്യങ്ങളുടെ തീറ്റയ്ക്കായിട്ട് അതിൽ നമ്മൾ അസോള 2 ടൈപ്പിലുള്ളത് വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജലസസ്യങ്ങളായ ആമ്പലോ താമരയോ വളർത്തുന്നതും നല്ലതാണ്. വെള്ളത്തിലെ pH ഈസിയായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അക്വാപോണിക്സിൽ നന്നായി വളരുന്നത് വള്ളി ഇനത്തിലുള്ള പച്ചക്കറികളാണ്. ഞാനിവിടെ നട്ടിരിക്കുന്നത് പാവയ്ക്കയാണ്. അതുപോലെ തന്നെ കത്രിക്ക, തക്കാളി, വെണ്ടയ്ക്ക തുടങ്ങിയ പച്ചക്കറികളും പരിപാലിക്കുന്നുണ്ട്. അക്വാപോണിക്സിന്റെ നിരവധി ഗുണങ്ങളിൽ ഒന്നാമത്തേത് നമ്മുടെ സ്വന്തം മത്സ്യവും പച്ചക്കറികളും വീട്ടിൽ വളർത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മുടെ വീട്ടിലെ അക്വാപോണിക് സിസ്റ്റത്തിന് അനുയോജ്യമായ മത്സ്യം തിരഞ്ഞെടുക്കുന്നതും അറിഞ്ഞിരിക്കേണ്ടതായി ഒരു കാര്യമാണ്. നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന പൈസക്കുള്ള മീൻ വാങ്ങാനും ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാവുന്ന മീനുകളിൽ ഒന്നാണ് തിലാപ്പിയ. അക്വാപോണിക്സിന് ഏറ്റവും മാച്ച് ആകുന്ന മത്സ്യങ്ങളിൽ ഒന്നുമാണ് തിലാപ്പിയ. അതിനു പറയാൻ പറ്റിയ നല്ല കാരണവുമുണ്ട്. അവ വളർത്താൻ എളുപ്പമാണ്, വേഗത്തിൽ വളരുന്നു, അതും കൂടാതെ വിശാലമായ ജല സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങിപ്പോകുന്നു. തിലാപ്പിയ പ്രോട്ടീന്റെ നല്ല സ്രോതസ്സാണ്, കൂടാതെ സൂപ്പർ ടേസ്റ്റ് ഉള്ളതിനാൽ അവയെ വീട്ടുവളപ്പിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ്. ഇത് തുടക്കക്കാർക്ക് അനുയോജ്യമായ മത്സ്യ ഇനമാണ്. പിന്നെ രണ്ടാമതായി എടുത്തു പറയേണ്ട ഒരു മത്സ്യ ഇനമാണ് ക്യാറ്റ് ഫിഷ്. ഇവയുടെ വിലയും സാധാരണക്കാർക്കും താങ്ങാവുന്നതാണ്. നല്ല ഗുണവും ഉണ്ട്, ടേസ്റ്റുമുണ്ട്. മൂന്നാമതായി എടുത്തു പറയേണ്ട ഫിഷ് ഇനമാണ് ട്രൗട്ട്. പക്ഷേ ഈ മീനിന് ചൂടുള്ള കാലാവസ്ഥയിൽ വളരാൻ വളരെ പ്രയാസമാണ്. ഏറ്റവും നല്ലത് തണുത്ത പ്രദേശത്ത് താമസിക്കുന്നവർക്ക് അക്വാപോണിക്സിൽ വളർത്താൻ പറ്റിയ മീൻ ഇനമാണ്. നമ്മുടെ കുളത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു റെഡ് സിലോപ്പി ചാകാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ ജീവനുണ്ട്. കാഴ്ചയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളോ ബാക്ടീരിയയോ ഫംഗസോ ഇല്ല. പുതിയ പടുത മാറിയപ്പോൾ വെള്ളമൊഴിച്ച് പുതിയ വെള്ളം നിറച്ചില്ലായിരുന്നു. ചിലപ്പോൾ പടുതയിലെ കെമിക്കൽ ആയിരിക്കും പ്രശ്നക്കാർ. എന്തായാലും അറിയാവുന്നവർ കമന്റ് ചെയ്യാമോ? ഈ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി. തുടർന്നുള്ള വീഡിയോകളിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.